ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പം ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമ്മൾ കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിന് 4 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ 1 സ്പൂൺ കുരുമുളക്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ സ്പൂണിന് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ തിരുമ്മിയെടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ തിരുമ്മി കൊടുക്കണം. അപ്പം നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. അല്പസമയം കഴിഞ്ഞ് നമുക്കൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മളിത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ദേ വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേവുന്ന വരെ നമുക്കിത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളിത് അടച്ചു വെച്ച് അല്പസമയം കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഇതേ അല്പസമയം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് നോക്കുകയാണ്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം അല്പസമയം കഴിഞ്ഞ് നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്, സിമ്പിളുമാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.